ആശാവർക്കർമാരുടെ സമരത്തിൽ നിയമസഭയിലും പാർട്ടി നിലപാട് ആവർത്തിച്ച് മന്ത്രി എം.പി. രാജേഷ്. പ്രതിപക്ഷത്തിന്റെ സബ്മിഷന് മറുപടി പറയവെയാണ് നിയമസഭയിലും മന്ത്രി പാർട്ടി നിലപാട് ആവർത്തിച്ചത്. സമരമുഖത്തുള്ളവർക്ക് നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണെന്ന മറുപടിയാണ് മന്ത്രി നൽകിയത്. സർക്കാരിനല്ല സമരക്കാർക്കാണ് പിടിവാശിയെന്നും മന്ത്രി പറഞ്ഞു. സമരത്തെ പരിഹസിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. തുടർച്ചയായി ചർച്ചകൾ നടന്നിട്ടും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആശാവർക്കർമാരുടെ സമരം നിയമസഭയിൽ പ്രതിപക്ഷം എത്തിച്ചത്. സബ്മിഷനായി എത്തിച്ച വിഷയത്തിൽ മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രി. എന്നാൽ മുഖ്യമന്ത്രി സഭയിലെത്താത്തതിനാൽ മന്ത്രി എം.പി. രാജേഷ് മറുപടി നൽകി. സമരമുഖത്തുള്ളവർക്ക് നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണെന്ന മറുപടിയാണ് മന്ത്രി നൽകിയത്. സർക്കാരിനല്ല സമരക്കാർക്കാണ് പിടിവാശിയെന്നും മന്ത്രിയുടെ പാർട്ടി നിലപാട് ആവർത്തിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമരത്തെ നമ്മൾ ആര് ശ്രമിച്ചാലും അത് പരിഹരിക്കാൻ പറ്റില്ല. ലക്ഷ്യം രാഷ്ട്രീയമല്ല, ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത് പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ സർക്കാരിന്റെ പിടിവാശിയല്ല, സമരക്കാരുടെ പിടിവാശിയാണ്. സമരക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ ഈ സമരം പരിഹരിക്കാവുന്നത്. മന്ത്രി സമരത്തെ തള്ളിപ്പറയുന്നുവെന്നും മറ്റ് സംസ്ഥാനത്തെ വെച്ച് ആശാസമരത്തെ ഉപമിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സമരം ന്യായമാണ്, പ്രതിപക്ഷം ആശമാർക്കൊപ്പമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഈ സമരം ന്യായമല്ല എന്ന നിലപാട് ശരിയല്ല സാർ. സമരം ന്യായമായ സമരമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങളുടെ എംപിമാർ, ഞാൻ പറഞ്ഞു നേരത്തെ, പാർലമെന്റിലും ആവശ്യപ്പെടുന്നുണ്ട്. സാർ, ഈ സമരത്തെ തള്ളിപ്പറഞ്ഞ് സമരത്തിൽ ആൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ അവരോടൊപ്പമാണ്. സമരത്തെ പരിഹസിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ഇതേ നിലപാട് മന്ത്രി എം.പി. രാജേഷും തുടർന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യായമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം.